A very good evening, everyone. ഏണസ്റ്റ് അക്കാഡമി ഒരുക്കുന്ന പുതിയൊരു വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും HSST കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ ആ ഒരു തസ്തികയിലോട്ടുള്ള എക്സാമിനേഷന്റെ ഡേറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. നമുക്കറിയാം എക്സാം എന്നുള്ളത് ഓൾറെഡി അതിന്റെ ഒരു കലണ്ടർ പബ്ലിഷ് ചെയ്തപ്പോൾ ഒരു ടെന്റേറ്റീവ് മന്ത് ആയിട്ട് നമുക്ക് ഓൾറെഡി അതിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ അതായത് ഇനി ഒരു 85 ഡേയ്സ് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 85-90 അല്ലെങ്കിൽ ഒരു 80 ആ ഒരു റേഞ്ച് 80 to 90 ഡേയ്സിനുള്ളിൽ നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അതിന്റെ ഫൈനൽ കൺഫർമേഷൻ വരും. അപ്പോ കൺഫർമേഷൻ നമുക്ക് എന്തായാലും ഉടനെ തന്നെ വരും. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഇനി കുറഞ്ഞതൊരു 85 ഡേയ്സേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനുള്ളിൽ നമ്മൾ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയും നമ്മുടെ സിലബസ് ഓൾറെഡി 2023 നടന്ന HSST കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ SC/ST കാറ്റഗറി ആണ്. അതിന്റെ സിലബസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പുതിയ സിലബസ് വെയിറ്റിംഗ് ആണ് നമ്മള്. എനിവേ നമുക്കറിയാം വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാതെ ആ 2023 പബ്ലിഷ് ചെയ്ത അതേ സിലബസ് തന്നെ, അതിൽ വലിയ വേരിയേഷൻസ് ഒന്നും വരാതെ പുതിയൊരു സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഈ ഷോർട്ട് നോട്ടീസ് നമുക്ക് ഒരു 85 ഡേയ്സ് വിചാരിക്കാം. ഈ 85 ഡേയ്സിനുള്ളിൽ നമ്മളുടെ കയ്യിലുള്ള സിലബസ് അത് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ പുതിയൊരു സിലബസ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പുതിയ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ പോലും അതും നമുക്ക് കവർ ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനി ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, നമ്മളുടെ സ്റ്റഡി പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം അതിനുവേണ്ടി എങ്ങനെയാണ് ഒരു എക്സാം, അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സിലബസ് ഉണ്ട്, ആ സിലബസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഏവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരിക്കാം. കാരണം നമ്മളുടെ കയ്യിൽ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. അത് പല ടോപ്പിക്കുകളും പല സബ്ജക്റ്റുകളും അതിനകത്തുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പഠിക്കാത്തതായിട്ടുള്ളത് ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നല്ല രീതിയിൽ തന്നെ കൺസെപ്റ്റുകൾ പഠിച്ച് അനേകം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് എല്ലാ ഹോളുകളും ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഈ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ ഈ ഒരു വെബിനാറില് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇനി കുറഞ്ഞ ഒരു ടൈമേ നിങ്ങളുടെ കയ്യിലുള്ളൂ, ആ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും എക്സാമിനേഷൻ ഡേറ്റിനായി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇന്നത്തെ ഈ ഒരു വെബിനാറിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള മൊഡ്യൂൾ അല്ലെങ്കിൽ സിലബസിലെ ഓരോ മൊഡ്യൂളിന്റെയും വെയിറ്റേജുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതൊക്കെയാണ് റെഫറൻസ് ബുക്കുകൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് റെഫറൻസ് വെബ്സൈറ്റുകൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കറിയാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനില്, ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ എന്ന് പറയുന്നതിന്റെ സ്കെയിൽ ഓഫ് പേ നമുക്കറിയാം. നല്ലൊരു സാലറി പാക്കേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ജൂനിയർ പോസ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്താലും വിതിൻ 3 ഇയർ നമ്മൾ സീനിയർ ആയിട്ട് പ്രൊമോട്ടഡ് ആവുകയും നമുക്ക് നല്ലൊരു ഗസറ്റഡ് പോസ്റ്റിലോട്ട് നമ്മൾ പിന്നീട് മാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അങ്ങനെ നോക്കുമ്പോ നമ്മളുടെ മൊഡ്യൂളുകൾ, നമ്മുടെ സിലബസ് പ്രകാരമുള്ള മൊഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി HSST കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ സിലബസ് ഡിസ്കഷന്റെ ഒരു വെബിനാർ ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെബിനാറിലും നമ്മൾ സിലബസ് ഡിസ്കഷൻ എന്നതിനേക്കാളും ഉപരി എങ്ങനെ നമുക്ക് ഈ സിലബസ് 85 ഡേയ്സിനുള്ളിൽ കവർ ചെയ്യാം എന്നുള്ളതാണ് പ്രയോറിറ്റി. സിലബസിന്റെ കൺസെപ്റ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവര്
നമ്മൾ ഓൾറെഡി ചെയ്ത വെബിനാർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മളുടെ സിലബസ് പ്രകാരം 6 മൊഡ്യൂളുകളാണ് ഉള്ളത്. 6 മൊഡ്യൂളുകളിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. തേർഡ് മൊഡ്യൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസ്. ഫോർത്ത് മൊഡ്യൂൾ തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്. ഫിഫ്ത് മൊഡ്യൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ലാസ്റ്റ് മൊഡ്യൂൾ എന്നുള്ളത് ഇൻഫോർമേഷൻ ടെക്നോളജി ആണ്. ഇനി ഓരോ മൊഡ്യൂളിന്റെയും വെയിറ്റേജുകൾ നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സിന് 16 മാർക്കാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. 16 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആ മൊഡ്യൂൾ 1-ൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മൊഡ്യൂൾ 2 ആയ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ നിന്ന് അവിടെയും 16 മാർക്കാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് ഡേറ്റാബേസ് ആണ്. അവിടെ നിന്നും നമുക്ക് 16 മാർക്കാണുള്ളത്. മൊഡ്യൂൾ 4 അഗെയിൻ തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 16 മാർക്ക്. മൊഡ്യൂൾ 5-ൽ നിന്നും 6-ൽ നിന്നും നമുക്ക് 16, 20 എന്നീ മാർക്കുകളാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ടോട്ടൽ 100 മാർക്കാണ് നമുക്ക് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 75 മിനിറ്റ് കൊണ്ട് ഈ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് സിലബസിലോട്ട് പോവുകയും ഈ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നും അതിന് എത്രത്തോളം സമയം നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കുക. സിലബസ് അനാലിസിസ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സില് സബ് ടോപ്പിക്കുകൾ കുറേയുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ലീനിയർ ആൽജിബ്ര, കൗണ്ടിംഗ് തിയറി, ആൽജിബ്രായിക് സ്ട്രക്ചർ, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്, സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഗ്രാഫ് തിയറി. അപ്പം ഈ ഒരു സിലബസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ +1 അല്ലെങ്കിൽ +2 അതോടൊപ്പം തന്നെ ബിടെക് കോഴ്സുകളിലെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകൾ ഇവിടെ, അല്ലെങ്കിൽ 2 ചാപ്റ്ററുകൾ ഇവിടെ 2 സബ് ടോപ്പിക്കുകളായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനും മറ്റൊന്ന് ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്കും. മൂന്ന് ചാപ്റ്ററുകളാണ് ലീനിയർ ആൽജിബ്രയും. ഇതാണ് ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൗണ്ടിങ് തിയറിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിവേ, എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണ് എങ്കിൽ ഈ മൂന്ന് മൊഡ്യൂളുകൾ, അതായത് ലീനിയർ ആൽജിബ്ര, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ്, അതോടൊപ്പം സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഈ 3 മൊഡ്യൂളുകൾ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്നതാണ്. അതായത് ആദ്യം തന്നെ നമുക്ക് ലീനിയർ ആൽജിബ്ര എടുക്കാം. അവിടെ ഒരു മെട്രിക്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അവിടെ നമ്മൾ തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലി നമ്മൾ പ്രോബ്ലം ചെയ്തും പഠിക്കേണ്ടതായിട്ടുണ്ട്. മെട്രിസസ് എന്ന് ചോദിക്കുമ്പോൾ സിമെട്രിക് മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, അതുപോലെ തന്നെ പല കൺസെപ്റ്റുകൾ അതിനുള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് കാണുന്നത്, അങ്ങനെ പല കാൽക്കുലേഷൻസും പല തിയറിറ്റിക്കൽ കൺസെപ്റ്റും അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തിയറിയും പഠിക്കണം. ഓക്കെ, തിയറിയും പഠിക്കുക, ഒപ്പം തന്നെ അതിനനുസരിച്ച് പ്രോബ്ലവും ചെയ്തു പോവുക. ദെൻ അതിനുശേഷം മെട്രിക്സിന്റെ റാങ്ക് കാണുന്നത്, അപ്പൊ ഒരു 2x2 മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ ഒരു 3x3 മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ ഒരു 4x4 മെട്രിക്സ് ആവാം, നിങ്ങൾക്ക് റാങ്ക് കാണാൻ പറയുകയാണ്. ഓക്കെ, അത് പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. റാങ്ക് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് റാങ്ക് കാണാൻ അറിയാമെങ്കിലും അതിന്റെ ഷോർട്ടസ്റ്റ് മെത്തേഡുകൾ അല്ലെങ്കിൽ ഒരു ട്രിക്കി മെത്തേഡുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതെന്താണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ കുറെ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാളും നമുക്ക് വേണ്ടത് ഈസിയസ്റ്റ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എപ്പോഴും ഈസിയസ്റ്റ് മെത്തേഡുകൾ ഫോക്കസ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനുശേഷം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും കൺസിസ്റ്റൻസി, ഐഗൺ വാല്യൂ, ഐഗൺ വെക്ടേഴ്സ്, ഇതെല്ലാം കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നവർക്ക് വരുന്നതാണ് ഈ സബ്ജക്ട്. കെയ്ലെ ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ, ലീനിയർ ഡിപെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ്.
അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറിയും ഉണ്ട് ഇവിടെ, ഒപ്പം പ്രോബ്ലവും ഉണ്ട്. അപ്പൊ ആ തിയറി മനസ്സിലാക്കുക, പ്രോബ്ലം പഠിക്കുക. ഏകദേശം ഒരു 2 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഓരോ ദിവസത്തെ 24 മണിക്കൂർ അല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം ഒരു 3 മണിക്കൂർ പക്ക പെർഫെക്റ്റ് ആയിട്ട് എടുക്കുകയാണ് എങ്കിൽ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അല്ലെ, കാരണം നമ്മുടെ കയ്യിൽ 85 ദിവസമേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പറ്റുള്ളൂ. നമുക്കിനി എന്തായാലും എക്സാം എന്നുള്ള ആ ഒരു കടമ്പ കടന്നാൽ മാത്രം മതി അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ ക്രിസ്പായിട്ടും പ്രിസൈസ് ആയിട്ടും നമുക്ക് മനസ്സിലാകുകയും അതൊരു നോട്ടിൽ കീപ്പ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ എക്സാമിന്റെ തലേ ദിവസം ഈ മാത്സ് ആയതുകൊണ്ട് അവിടുത്തെ ഇക്വേഷൻസും അവിടുത്തെ ടെക്നിക്കൽ ടേമുകളും അവിടുത്തെ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തലേ ദിവസം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്ന് റീകളക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഏകദേശം ഞാൻ പറയുന്ന പോലെ ഈ 2 ഡേ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ. ഓക്കെ, 6 മണിക്കൂറിൽ നമ്മൾ ഈ 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അത്രയും ടൈം തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഈ 6 മണിക്കൂർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു ടോപ്പിക്ക്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം 3 മണിക്കൂർ എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു ദിവസം 3 മണിക്കൂർ നിങ്ങൾ ഒരു ടോപ്പിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന് വേണ്ടി ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. കാരണം ഈ 6 മണിക്കൂർ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അത്രയും വേണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതായിരിക്കും. അത് ഒരു മാക്സിമം ലെവലിട്ടാണ് ഞാൻ പറയുന്നത് 6 മണിക്കൂർ എന്നുള്ളത്. ഇതില് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ പ്രോബ്ലം ചെയ്തും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായാലും ഈ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും. അടുത്ത ടോപ്പിക്കായ ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്കിലോട്ട് വരുമ്പോ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അതായത് ട്രൂത്ത് ടേബിളിന്റെ കൺസെപ്റ്റുകൾ. ഓക്കെ, അപ്പൊ അവിടെയും കുറച്ച് തിയറം ഉണ്ട്. ഓക്കെ, അപ്പൊ ആ തിയറം നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ അത് നമ്മളുടെ ഒരു നോട്ട്ബുക്കിലോട്ട് ആ തിയറം എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, ആ പ്രിൻസിപ്പിളും കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ നമുക്ക് ബേസിക്കലി വരുന്നത് ഈ തിയറത്തിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ ആ തിയറംസ് മനസ്സിലാക്കി പഠിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറം പ്രൂവ് ചെയ്യാനായിട്ടൊക്കെയാണ് നമുക്ക് ഒരു മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ തിയറം പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ തിയറം പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ തിയറം മനസ്സിലാക്കി പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ദിവസം ഒരു 3 മണിക്കൂർ നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, മൊഡ്യൂൾ മീൻസ് ഈ ഒരു സബ് ടോപ്പിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് 3 മണിക്കൂർ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാക്സിമം ആണ് ഇട്ട് പറയുന്നത്. നിങ്ങൾ പ്രോബ്ലവും കൂടെ ട്രൈ ചെയ്ത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കുക, അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എത്രത്തോളം ആൻസേഴ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതൊരു വിലയിരുത്താനായിട്ട് പറ്റും. അപ്പം ഈ 3 അവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠിത്തവും അതോടൊപ്പം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതും കൂടെ കൂട്ടി ചില ടോപ്പിക്കുകൾക്ക് നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് സെറ്റ്, റിലേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലേഷൻ, ഫംഗ്ഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ഇവിടെയും തിയററ്റിക്കൽ കോൺസെപ്റ്റുകളാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ പഠിക്കുക, അതിന്റെ നോട്ടുകൾ അവൈലബിൾ ആണ്, അത് നോക്കി അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്, അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അതിനും ഈ പറയുന്ന 3 hours ധാരാളം. ഞാൻ ഈ പറയുന്ന 3 hourനുള്ളിൽ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫെമിലിയർ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ എന്നുള്ള ഒരു ഐഡിയ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് റീകളക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പെട്ടെന്ന് പറ്റും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇവിടെ വീക്ക്ലി ടെസ്റ്റുകൾ, അതുപോലെ മന്ത്ലി ടെസ്റ്റുകൾ,
ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി ഈ 3 മൊഡ്യൂളുകൾ തീർന്നു കഴിയുമ്പോൾ ഇനി കൗണ്ടിങ് തിയറി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. അവിടെ നമ്മൾ പെർമ്യൂട്ടേഷനും ഇതെല്ലാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അവിടെയും ഇതുപോലെ തന്നെ പ്രോബ്ലംസിന് കോൺസെൻട്രേഷൻ കൊടുക്കുക. അവിടെ കുറച്ചുകൂടെ തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളും ഉണ്ട്. എഗെയിൻ അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ 2 days ആണ് പറയുന്നത്. ടോട്ടൽ നമുക്ക് 6 മണിക്കൂറാണ് വേണ്ടത്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം കേട്ടോ. ചില മൊഡ്യൂളുകൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ 6 എന്നുള്ളത് ചിലപ്പോൾ 7 ആകാം, 8 ആവാം. ചില മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ചില സബ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈസി ആണ് എങ്കിൽ അത് 6 എന്നുള്ളത് ചിലപ്പോൾ 4 2 ഒക്കെ ആവാം. ദെൻ ആൽജിബ്രായിക് സ്ട്രക്ചർ അടുത്തൊരു സബ് ടോപ്പിക് ആണ്. ആൽജിബ്രായിക് സ്ട്രക്ചറിൽ ഹോമോമോർഫിസം, ഐസോമോർഫിസം, സെമി ഗ്രൂപ്പ്, മൊണോയിഡ് ഗ്രൂപ്പ്, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, ലഗ്രാഞ്ചി തിയറം, റിംഗ് ഫീൽഡ്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ തൊട്ട് പഠിച്ചു വന്നിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഇതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പം ഇതിന്റെ ഫിഗറുകൾ കാണും, ഇതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ് കാണും. അപ്പൊ ക്ലാസ് കണ്ട് അത് മനസ്സിലാക്കി നോട്ട് എഴുതി തന്നെ നിങ്ങൾ ഇതിന്റെ പുറകെ നിൽക്കണം. ഇവിടെയും നിങ്ങൾക്ക് തിയറി കൺസെപ്റ്റുകളാണ് കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 hour കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു സബ് ടോപ്പിക് തന്നെയാണ് ആൽജിബ്രായിക് സ്ട്രക്ചർ. ലാസ്റ്റ് സബ് ടോപ്പിക് ആയ ഗ്രാഫ് തിയറിയിലോട്ട് നമ്മൾ വന്നാൽ അവിടെയും നമുക്ക് തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളാണ് കുറച്ചുകൂടെ കൂടുതൽ. ഗ്രാഫ് എന്താണ്, സബ് ഗ്രാഫ് എന്താണ്, കണക്ടിവിറ്റി, അതുപോലെ തന്നെ ക്ലിക്ക്, ബൈപാർട്ടേറ്റ് ഗ്രാഫ്. അപ്പൊ ഈ ഓരോ ഗ്രാഫ് കൺസെപ്റ്റുകൾ പഠിക്കുമ്പോഴും അവിടെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ഓരോ സബ് ടോപ്പിക്കുകളിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസും നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ഒരു 2 ദിവസം മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഏകദേശം നമ്മളുടെ ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 8 ഡേ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 8 ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ ഡേയും നിങ്ങൾ 3 മണിക്കൂറായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കൺസെപ്റ്റ് ഒരു നോർമൽ ഒരു എല്ലാവർക്കും ഈ ഒരു രീതി ആവണം എന്നില്ല. ഞാൻ ഒരു മൊഡ്യൂൾ വൈസ് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു സിലബസ് കവർ ചെയ്യാം എന്നുള്ളതിന് ഒരു ഈസിയസ്റ്റ് മെത്തേഡ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പം 8 ഡേയ്സ് കൊണ്ട് നമുക്ക് മൊഡ്യൂൾ 1 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കവർ ചെയ്യുമ്പോൾ ആ മൊഡ്യൂളിലെ തിയററ്റിക്കൽ കൺസെപ്റ്റുകളും പ്രാക്ടിക്കൽ കൺസെപ്റ്റുകളും ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ലെവൽ എവിടെയാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ കവർ ചെയ്തത് കൊണ്ട് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, നമുക്ക് അതിന്റെ എത്ര ഇൻഡെപ്ത് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി. അതിനനുസരിച്ച് ഇനി അടുത്ത മൊഡ്യൂളുകളും നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ മൊഡ്യൂൾ 1 നിന്ന് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? ഇവിടെ മൊഡ്യൂൾ 1 നിന്ന് ഇനി നമ്മൾ മൊഡ്യൂൾ 2 പോവുകയാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ആണ്. ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് 2 ടോപ്പിക്കുകളെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. ഡിജിറ്റൽ ലോജിക്കും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും. ഡിജിറ്റൽ ലോജിക് എന്ന് പറയുമ്പോൾ നമ്പർ റെപ്രസെന്റേഷൻ, കമ്പ്യൂട്ടർ അരിത്തമെറ്റിക്, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, ലോജിക് ഫങ്ഷൻസ്, മിനിമൈസേഷൻ, ഡിസൈൻ ആൻഡ് സിന്തസിസ് ഓഫ് കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഇതിന് നമ്മൾ 3 ദിവസമാണ് ഇട്ടിരിക്കുന്നത്. അതായത് നോർമലി ഒരു 9 മണിക്കൂർ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ നമ്പർ റെപ്രസെന്റേഷനകത്ത് നമുക്കറിയാം ബൈനറി നമ്പർ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്, ഡെസിമൽ നമ്പർ ഉണ്ട്, ഒക്ടൽ നമ്പർ ഉണ്ട്. ഇതാണ് ബേസിക്കലി നമ്മൾ 4 ടൈപ്പ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസ് അവൈലബിൾ ആണ്. ഈ കൺവേർഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ
അവിടെ നമ്മൾ അരിതമെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അരിതമെറ്റിക് ഓപ്പറേഷൻസിനകത്ത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിതമെറ്റിക് ഓപ്പറേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ 32 ബിറ്റും 64 ബിറ്റിന്റെയും ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാറുണ്ട്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയർ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുമുള്ളതാണ്. അപ്പം അതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കുക. അതിന്റെ ഒരു 2-3 പ്രോബ്ലംസ് നോക്കി കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ദെൻ അതിനുശേഷം ഡിഫറെന്റ് ലോജിക് ഗേറ്റ്സുകളെ കുറിച്ചും ആ ലോജിക് ഗേറ്റ്സുകൾ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഫങ്ഷൻസ്, അങ്ങനെ വരുന്ന ഇക്വേഷൻസ്, ആൽജിബ്രൈക് ഇക്വേഷൻസിനെ മിനിമൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കെ മാപ്പ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കെ മാപ്പ് യൂസ് ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോപ്പ് ആൻഡ് പോസ് എക്സ്പ്രഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൽ നിന്ന് പിന്നെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൗണ്ടേഴ്സ് ആണ് അവിടെ. ഓക്കെ, കൗണ്ടേഴ്സ് കുറച്ചും കൂടെ സമയം എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അതും കുറച്ചുകൂടെ സമയം എടുക്കുന്നതാണ്. ദെൻ അതിനുശേഷം നമുക്ക് ആർഡേഴ്സ്, ഫുൾ ആർഡർ, ഹാഫ് ആർഡർ, അതിന്റെ കൺസെപ്റ്റുകളും പഠിക്കാനുണ്ട്. അപ്പം ഈ ഡിജിറ്റൽ ലോജിക് എന്ന് പറയുമ്പോൾ ചില ടോപ്പിക്കുകൾ നമുക്ക് ഈ പറയപ്പെടുന്ന സമയം അധികം എടുക്കാതെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. ചില ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ ലോജിക് എന്ന് പറയുന്നതിൽ 9 അവർ ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 9 അവറിനുള്ളിൽ കവർ ചെയ്യാവുന്ന ടോപ്പിക് തന്നെയാണിത്. ഓക്കെ, അപ്പൊ ഈ 9 അവറിനുള്ളിൽ നമുക്ക് പ്രോബ്ലംസ് ഇവിടെ കൂടുതലായിട്ടും വരുന്നുണ്ട്. അപ്പൊ തിയറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ദെൻ പ്രോബ്ലം നിങ്ങൾ കുറെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഈ ഡിജിറ്റൽ ലോജിക് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂള് ഇപ്പോ നിങ്ങൾക്ക് പകുതി വെച്ച്, നമുക്കറിയാലോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സബ്ജക്ട് തന്നെ നോക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു ടോപ്പിക്കിന്റെ കംപ്ലീഷനോട് കൂടി നമ്മൾ അവിടെ നിർത്തുക. ഓക്കെ, ഇപ്പൊ നമ്പർ റെപ്രസെന്റേഷൻ ആണ് എങ്കിൽ ആ നമ്പർ റെപ്രസെന്റേഷനും അതിന്റെ അരിതമെറ്റിക് ഓപ്പറേഷനും കൂടി നമ്മൾ അവിടെ നിർത്തുക. ദെൻ അതിനുശേഷം അടുത്ത ഒരു സബ്ജക്ട് ഏതാണോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതിലോട്ടൊന്ന് പോവുക. ഒരിക്കലും 3 ദിവസം കൊണ്ട് ഈ ഡിജിറ്റൽ ലോജിക്ക് തന്നെ പഠിച്ചു തീർക്കണം എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് ജമ്പ് ചെയ്ത് പോകാവുന്നതാണ്. ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ തിയറിയും പ്രാക്ടിക്കലും വരുന്നുണ്ട്. അപ്പൊ ഈ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, പ്രോബ്ലവും നമ്മൾ ചെയ്യണം. ഇങ്ങനെ വരുന്ന സബ്ജക്റ്റുകൾ നമുക്ക് കുറേയും കൂടെ ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കണ്ടന്റ് കുറെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, പ്രോബ്ലം ഉണ്ടല്ലോ, പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കണമല്ലോ. അതും പ്രോബ്ലം ഒക്കെ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല, കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രോബ്ലംസ് ഒരു 2-3 ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വേ ഓഫ് സോൾവിങ് നിങ്ങൾക്ക് മനസ്സിലാകും, അതിന്റെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ. അത് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ മാത്രമേ അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. തിയറി കുറെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ ഈ 16 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ മൊഡ്യൂൾ 2 16 മാർക്കാണല്ലോ, 16 മാർക്കിൽ ഒരു 6 മാർക്ക് പ്രോബ്ലത്തിൽ നിന്നാണോ വരുന്നതെങ്കിലോ, അല്ലെങ്കിൽ ഒരു 10 മാർക്ക് പ്രോബ്ലത്തിൽ നിന്നാണോ വരുന്നതെങ്കിലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിനെ ആശ്രയിച്ച് അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാനും നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തിയറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ നമുക്ക് തിയറിയും കൂടെ ക്ലിയർ ആയി വരും. ഓക്കെ, അല്ലാതെ തിയറി കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലത്തിലോട്ട് ജമ്പ് ചെയ്ത് പോവാൻ നിൽക്കരുത്. തിയറി നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കി എടുക്കുക, അതിനുശേഷം പ്രോബ്ലം ചെയ്ത് പരിശീലിക്കുക. ആ പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിയറി നിങ്ങൾക്ക് തറവായിക്കോളും. ഓക്കെ, ദെൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്ത് മെഷീൻ ഇൻസ്ട്രക്ഷൻ, അഡ്രസ്സിംഗ് മോഡ്, ഓക്കെ, പലതരത്തിലുള്ള അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, അഡ്രസ്സിംഗ് മോഡ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് ആണെന്ന് നമ്മളോട് ചോദിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പല അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്, അബ്സല്യൂട്ട് അഡ്രസ്സിംഗ്, അതുപോലെ തന്നെ ബേസ് അഡ്രസ്സിംഗ്, ഇൻഡെക്സ് അഡ്രസ്സിംഗ്, ഇതെല്ലാം പഠിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ എക്സാമ്പിളും നമ്മൾ പഠിക്കണം. ഓക്കെ, തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിന്റെ പ്രാക്ടിക്കൽ പോർഷനും കൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ദെൻ കൺട്രോൾ ഡിസൈൻ,
മെമ്മറി ഇന്റർഫേസ്, IO ഇന്റർഫേസ്, DMA കൺട്രോള്, ഇന്ററപ്റ്റ് എന്താണ് എന്നുള്ളത്, പൈപ്പ് ലൈനിങ് എന്താണ്. ഈ പൈപ്പ് ലൈനിങ്ങിനൊക്കെ പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോൺ പൈപ്പ് ലൈനിങ് സിസ്റ്റവും പൈപ്പ് ലൈനിങ് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പൈപ്പ് ലൈനിൽ ഡിഫറെന്റ് ഹസാർഡുകൾ ഉണ്ട്. ഓക്കെ, ഡേറ്റ ഹസാർഡ്, സ്ട്രക്ചറൽ ഹസാർഡ്, അങ്ങനെ അതുപോലെ പല ഇഷ്യൂസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഹസാർഡ്സും കാര്യങ്ങളും എല്ലാം തിയറി കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മെമ്മറി ഹൈറാർക്കി. മെമ്മറി ഹൈറാർക്കിയിൽ പലതരത്തിലുള്ള മെമ്മറി, സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി, ക്യാഷെ മെമ്മറി. അപ്പൊ ആ ക്യാഷെ മെമ്മറിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്യാഷെ മെമ്മറിയുടെ കൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അസോസിയേറ്റീവ്, അതായത് ഈ ക്യാഷെ മെമ്മറിയുടെ മാപ്പിംഗ് പഠിക്കാനായിട്ടുണ്ട്. ഡയറക്റ്റ് മാപ്പിംഗ്, അസോസിയേറ്റീവ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്, അങ്ങനെ പല മാപ്പിംഗ് ടെക്നിക്കുകൾ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ദെൻ പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് കുറച്ചുകൂടെ തറവായിക്കോളും. ഓക്കെ, അതിനും ഞാൻ 3 days ആണ് ഇട്ടേക്കുന്നത്. സോ 9 hours. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങളുടെ മൈൻഡിൽ ഈ ടൈം, ഒരു ടൈം ബൗണ്ട് സെറ്റ് ചെയ്തിട്ട് എപ്പോഴും പഠിക്കാനിരിക്കുക. ഇത്ര മണിക്കുള്ളിൽ ഞാനിത് പഠിച്ചു തീരും. ഓക്കെ, പക്ഷെ ചിലപ്പോ അത് നടക്കും, ചിലപ്പോ നടക്കില്ല. കുഴപ്പമില്ല, നമുക്കൊരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ മുന്നോട്ട് പോവുക. എങ്കിലേ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അടുത്തെങ്കിലും നമ്മൾ എത്തുള്ളൂ. ഓക്കെ, ദെൻ മൊഡ്യൂൾ 3 പോകുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസസ് ആണ്. ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ 3 മൊഡ്യൂളുകളാണ്, അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകളാണ് അവിടെ പഠിക്കേണ്ടത്. പ്രോഗ്രാമിംഗ് ഇൻ സി, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്, ഡേറ്റാബേസ്. പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ച് പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളത്, പല പ്രോഗ്രാം ചെയ്തിട്ടുള്ളതൊക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ യൂണിയൻ എന്താ, സ്ട്രക്ചർ എന്താ, പോയിന്റർ എന്താ, അറേ എന്താന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ. അപ്പം എന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളില് നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ട് എങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ പോയിന്ററിന്റെ കൺസെപ്റ്റുകൾ അറിയില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൺസെപ്റ്റുകൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് അറിയാത്ത പോർഷൻ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ബാക്കിയുള്ള ടൈം മുഴുവനും നിങ്ങൾ പ്രോബ്ലം ചെയ്യുവാൻ വേണ്ടി, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. കാരണം പ്രോഗ്രാമിംഗ് ഇൻ സിയില് നിങ്ങൾക്ക് വരുന്നത് എപ്പോഴും കോഡ് സ്നിപ്പറ്റ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോ നമ്മൾ ഇത്ര പ്രോബ്ലം ചെയ്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോഡ് സ്നിപ്പറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 60% ഐഡിയ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ തിയറി പഠിച്ച് സമയം കളയാതെ പ്രോബ്ലംസ് ചെയ്തു പോവുക. ഓരോ പ്രോബ്ലംസും ചെയ്യുമ്പോഴും, ഇപ്പോ സപ്പോസ് ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആ 4 ഓപ്ഷനിൽ നിന്ന് ഒരു ആൻസർ ആണല്ലോ നമുക്ക് കിട്ടുന്നത് എപ്പോഴും. ആ ആൻസർ നമുക്ക് അറിയാമായിരുന്നു, നമ്മൾ അത് മാർക്ക് ചെയ്തു, നമുക്ക് അത് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടി. ബാക്കി 3 ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതെന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ അതെന്താണ് എന്ന് ഇപ്പൊ സപ്പോസ് നിങ്ങളോട് ചോദിക്കുവാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഒരു ഓപ്ഷൻ തന്നേക്കുന്നത് MLOക്ക്, CLOക്ക്, വേറൊരു ഓപ്ഷൻ തന്നേക്കുന്നത് വേറെ എന്തെങ്കിലും കുറെ ഫങ്ഷൻസ് ഒക്കെയാന്ന് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്കറിയാം MLOക്കും CLOക്കും ആ ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ അത് ആൻസർ ചെയ്തു. പക്ഷെ പല വേറെ ഓപ്ഷൻസ് ഉണ്ട്. വേറെ ഓപ്ഷൻസിൽ ചിലപ്പോൾ സ്റ്റാക്ക്, ക്യൂ, അറേ എന്നൊക്കെ ആയിരിക്കാം തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാക്ക് എന്താണ്, ക്യൂ എന്താണ്, അറേ എന്താണ്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചപ്പോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ അത് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ 4 ടോപ്പിക്കും നിങ്ങൾക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട്, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുക. തിയറി കൺസെപ്റ്റ് ഒരു 60% എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു അസംഷനിലാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ്. ഇവിടെയും നിങ്ങൾക്ക് സിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും കുറച്ചുകൂടെ തിയറി കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് ഇപ്പോ പോളിമോർഫിസം പറയുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷൻ, ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്,
ഓപ്പറേറ്റർ ഓവർലോഡിംഗ് പറയുന്നു. ദെൻ അതുപോലെ ഇൻഹെറിറ്റൻസിന്റെ പല ക്ലാസിഫിക്കേഷൻസ് പറയുന്നു, വിർച്വൽ ഫംഗ്ഷൻ പറയുന്നു. ഈ ടേമുകളും എല്ലാം അത് കുറെ കൺഫ്യൂസിങ് ആണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഈ തിയറി കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, തിയറി കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 അവർ അല്ലെങ്കിൽ ഒരു 5 അവർ കൊണ്ട് നിങ്ങൾ തിയറി കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള സമയം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും കോഡ് സ്നിപ്പറ്റുകൾ നമുക്ക് തരും, ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറയും. അതുപോലെ ത്രെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പം അതിന്റെ എല്ലാം കോഡ് സ്നിപ്പറ്റ് തരും. ഓക്കെ, ആ കോഡ് സ്നിപ്പറ്റ് തന്നതിന് ശേഷം അതിൽ നിന്ന് ഇപ്പോ പല വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ചെറിയ കോഡ്, സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം വിർച്വൽ ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിർച്വൽ ഫംഗ്ഷൻ നമുക്ക് ക്ലാസ്സിൽ നിന്ന് കേട്ട് കണ്ട് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് അതിന്റെ ഒരു കോഡ് സ്നിപ്പറ്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യൂട്യൂബിൽ വീഡിയോസ് അവൈലബിൾ ആണ്, ഈ കോഡ് കാണിച്ച് ആ കോഡിന്റെ എക്സ്പ്ലനേഷനോട് കൂടി വിർച്വൽ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് അത് മനസ്സിലാക്കുമ്പോൾ തിയറിയും കണ്ടു, പ്രാക്ടിക്കലും കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് ഇതുപോലെ തന്നെ 3 ഡേയ്സ് മതി, 9 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളും കവർ ചെയ്യാവുന്നതാണ്. അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂൾ അല്ലെങ്കിൽ മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസിന് ഞാൻ 4 ഡേയ്സ് ആണ് ഇട്ടേക്കുന്നത്, അതായത് 12 അവർ ആണ് നമുക്ക് വേണ്ടി വരുന്നത്. അവിടെ നമുക്ക് 12 അവർ പറയാൻ കാരണം അവിടെ റിലേഷൻ ആൾജിബ്ര കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നോക്കണം, ടപ്പിൾ കാൽക്കുലസ് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നോക്കണം, അതുപോലെ തന്നെ ട്രാൻസാക്ഷനും നമ്മൾ നന്നായിട്ട് നോക്കണം. നോർമലൈസേഷനിൽ നിന്ന് കുറെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. SQL ക്വറീസ് വന്നിട്ട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡേറ്റാബേസിനെ സംബന്ധിച്ചിടത്തോളം തിയറിയും പ്രോബ്ലവും നമുക്ക് രണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിയറി നമ്മൾ പഠിക്കുക, ഒപ്പം പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ ട്രാൻസാക്ഷന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് 2 ട്രാൻസാക്ഷൻ തന്നിട്ട് അത് സീരിയലൈസബിൾ ആണോ എന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ സീരിയലൈസബിൾ ആണെങ്കിൽ അതിന്റെ ഓർഡർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഡേറ്റാബേസിൽ നിന്ന്. ഓക്കെ, ദെൻ SQL ക്വറി തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ, ആൾജിബ്രായിക് ക്വറി തന്നിട്ട്, റിലേഷണൽ ആൾജിബ്ര ക്വറി തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടും തിയറി മനസ്സിലാക്കുക, ദെൻ അതിനുശേഷം പ്രോബ്ലം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മൊഡ്യൂളും നിങ്ങൾ പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രം, നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. നിങ്ങൾ അതർ സോഴ്സസും കണ്ടെത്തുക. അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പല വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ ക്ലാസിന്റെ ലാസ്റ്റിൽ ഞാൻ വീഡിയോസ് സജസ്റ്റ് ചെയ്ത് തരാം. ആ വീഡിയോസ് ഒക്കെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയപ്പെടുകയും ആ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഈ 3 മൊഡ്യൂളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് മൂന്നാമത്തെ മൊഡ്യൂളിലെ ഈ 3 സബ് ടോപ്പിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റാബേസിനാണ് സമയം കൂടുതലായിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് എന്റെ ഒരു വേ ഓഫ് അനാലിസിസിലാണ്. നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. കാരണം ബാക്കി രണ്ടും പ്രോഗ്രാം ഓറിയന്റഡ് ആണ്. പ്രോഗ്രാം ഓറിയന്റഡ് നമ്മൾ ലാബൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും ലാബൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഡേറ്റാബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കുറച്ചുകൂടെ തിയറി കൂടുതലായിട്ട് വരുന്നത് ഈ ഡേറ്റാബേസിലാണ്. തിയറി പ്ലസ് അതിന് രണ്ടിനും ഈക്വൽ വെയിറ്റേജ് വരുന്നത് ഡേറ്റാബേസിനാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ ടൈം നമുക്ക് കൂടുതലായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, ആദ്യത്തത് 8 ഡേയ്സ് ആണ് നമുക്ക് എടുത്തത്. രണ്ടാമത്തത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 ഡേയ്സ് എടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഏകദേശം ഒരു 10 ഡേയ്സ് എടുത്തു. ഓക്കെ, ദെൻ അതിനുശേഷം 4ാമത്തെ മൊഡ്യൂളിലോട്ട് വരുവാണ്. തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. അവിടെ നമ്മൾ ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം നോക്കും, അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതം നോക്കും, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ നോക്കും, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നോക്കും. അപ്പൊ ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡേറ്റാ സ്ട്രക്ചർ കൺസെപ്റ്റുകൾ, അതായത് അറേ, സ്റ്റാക്ക്, ക്യൂവ്, ട്രീ, ഗ്രാഫ് ഒക്കെ അല്ലെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതില് പലതരത്തിലുള്ള പ്രോബ്ലംസും ചോദിക്കാം. അതായത് ഒരു ട്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രീയുടെ
ട്രാവേഴ്സൽ തരും. മേ ബി ഒരു ഇൻഓർഡർ ട്രാവേഴ്സൽ തന്നിട്ട് അതിന്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എഴുതാൻ പറയും. ഓക്കെ, ദെൻ അല്ല എങ്കിൽ നിങ്ങൾക്കൊരു സോർട്ടിംഗ് ടെക്നിക്ക് തന്നു, അതായത് ഒരു ബബിൾസ്, ഒരു സോർട്ടിംഗ് ഓർഡർ തന്നിട്ട് അതിൽ എത്ര സ്വാപ്പിംഗ് നടക്കും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അല്ലെങ്കിൽ ക്യൂവിന്റെ സ്റ്റാക്കിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനോ പ്രിഫിക്സ് എക്സ്പ്രഷനോ നമ്മളോട് ചോദിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം ട്രീയെ സംബന്ധിച്ചിടത്തോളം ട്രീ തന്നിട്ട് അതിലിപ്പം ഹീപ്പിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ മാക്സ് ഹീപ്പ്, മിൻ ഹീപ്പ് കൺസെപ്റ്റുകൾ വന്നിട്ട് അതിന്റെ ഇന്ന ഐട്രേഷൻ കഴിയുമ്പോൾ അതിന്റെ റൂട്ട് ആരായിരിക്കും എന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഡേറ്റ സ്ട്രക്ചറിൽ നിന്ന് വരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തിയറി ജസ്റ്റ് മനസ്സിലാക്കുക, പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പ്രോബ്ലം ചെയ്യും തോറും നിങ്ങളുടെ നോളജ് ആണ് മാറുന്നത്. നിങ്ങൾ കുറെ തിയറി പഠിക്കുന്നത് ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഓക്കെയാണ്. തിയറി നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ക തിയറി ആയിട്ട് പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. തിയറി പ്ലസ് പ്രോബ്ലംസ്, അതാണ് ഇമ്പോർട്ടൻസ്. മോക്ക് ടെസ്റ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ആ ടെസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പല തരത്തിലുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പല സോഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് ഇതെല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ, അപ്പൊ ഇവിടെ നമ്മൾക്ക് 3 days മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേ ബി അത് കൂടാം. ഓക്കെ, ഞാൻ എന്റെ ഒരു അനാലിസിസിൽ 3 days ഓക്കെ ആണ്. ഓക്കെ, ദെൻ ചിലർക്ക് ഡേറ്റ സ്ട്രക്ചർ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് കൂടാം. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതത്തിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കോംപ്ലക്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. നമ്മളൊക്കെ പണ്ട് ബൈഹാർട്ട് ചെയ്തിട്ടായിരുന്നു കോംപ്ലക്സിറ്റി പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ബബിൾ സോർട്ടിന്റെ തരും, ക്വിക്ക് സോർട്ടിന്റെ തരും, അതുപോലെ തന്നെ സെർച്ചിങ്ങിൻ്റെത്, പലതരത്തിലുള്ള ലീനിയർ സെർച്ച്, ഇൻസർഷൻ സെർച്ച്, അങ്ങനെ പലതരത്തിലുള്ള സെർച്ചിങ്ങിന്റെ ഒക്കെ തരും. ഇതെല്ലാം നമ്മൾ ബെസ്റ്റും വേസ്റ്റും ആവറേജും എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. പക്ഷെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ നമുക്ക് അതിന്റെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമായിട്ട് മാറും. ദെൻ അതിനുശേഷം ഇവിടെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതത്തില് പലതരത്തിലുള്ള അൽഗോരിതം സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, അൽഗോരിതം ഡിസൈൻ സ്ട്രാറ്റജീസ്, ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ആൻഡ് കോൺകർ. ഓക്കെ, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്നത് ഒരു അൽഗോരിതം ഡിസൈൻ സ്ട്രാറ്റജിയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതം എന്ന് പറയുന്നത് മെർജ് സോർട്ട്, ഈ ഒരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈ ഒരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വിക്ക് സോർട്ട് ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പം ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി വെച്ച് വർക്ക് ചെയ്യുന്ന അൽഗോരിതംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണെന്ന്. അതുപോലെ തന്നെ ഗ്രീഡി അപ്രോച്ച് അല്ലെ, ഗ്രീഡി അപ്രോച്ചിൽ നമുക്ക് നാപ്സാക്ക് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നാപ്സാക്ക് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീഡി അപ്രോച്ചിൽ പ്രിൻസ് അൽഗോരിതം വർക്ക് ചെയ്യിക്കാം, ക്രസ്കൽ അൽഗോരിതം വർക്ക് ചെയ്യിക്കാം. ഗ്രീഡി അപ്രോച്ചിൽ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മളോട് ചോദിക്കാം. ദെൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഈ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിനകത്തും നമുക്ക് നാപ്സാക്ക് പ്രോബ്ലം ഉണ്ട്. ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം അവിടെ വരുന്നുണ്ട്. അതുപോലെ പല കൺസെപ്റ്റുകളും നമുക്ക് അവിടെ, പല പ്രോബ്ലംസും നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഡിസൈൻ സ്ട്രാറ്റജി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ആ സ്ട്രാറ്റജി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ദെൻ കോംപ്ലക്സിറ്റി ക്ലാസ്സസ്, പി, എൻ പി ഹാർഡ്, എൻ പി കംപ്ലീറ്റ്. ഇതിന്റെ എക്സാമ്പിൾ സഹിതം എന്താണ് എന്നുള്ളത്, വെർട്ടെക്സ് കളറിംഗ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള പ്രോബ്ലംസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി തറവായിട്ട് നമ്മൾ ഇവിടെ പഠിക്കണം. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സബ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നത് തിയറിറ്റിക്കൽ വൈസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കാരണം മാത്തമാറ്റിക് അല്ലെങ്കിൽ പ്രോബ്ലം റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കോംപ്ലക്സിറ്റി മാത്രമേ അവിടെ വരാൻ സാധ്യതയുള്ളൂ. അതും നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് തിയറിറ്റിക്കൽ കോൺസെപ്റ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗോരിതത്തിൽ നിന്ന് നമുക്ക് മുഴുവനും വരുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് 3 days മതി നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട്. ഇതിന്റെ
ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇത് നല്ല ലെക്ചറിങ് ചെയ്യുന്ന പല തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബുകളിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. ദെൻ അടുത്തത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷനും ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററും. ഓക്കെ, അപ്പൊ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ നിങ്ങൾ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നോക്കാവുള്ളൂ. കാരണം ഇതിൽ നിന്ന് കണക്റ്റഡ് ആണ് ഈ ഒരു മൊഡ്യൂള്. ഓക്കെ, അതുകൊണ്ട് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ നിങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിലോട്ട് വരാൻ പാടുള്ളൂ. ഇവിടെയും തിയറിറ്റിക്കലി പ്രാക്ടിക്കലി, അതായത് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സബ്ജക്റ്റും, ഓക്കെ, ഈ കമ്പൈലർ, അതായത് ഈ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കമ്പൈലർ എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് തിയറിയാ മുഴുവനും വരാൻ സാധ്യത. അപ്പൊ ഇത് തിയറിറ്റിക്കലി ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ 2 ഡേയ്സ് ഇട്ടേക്കുന്നത്. ഓക്കെ, തിയറിറ്റിക്കലി അതങ്ങ് പഠിച്ചാൽ മതി. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അത് തിയറിയും പഠിക്കണം, ചില പ്രോബ്ലംസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് 3 മണിക്കൂറാണ് ടൈം ഇട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഗ്രാമർ ഉണ്ട്, ഗ്രാമറിന്റെ ഹൈറാർക്കി സ്ട്രക്ചർ നമുക്ക് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ. ഇപ്പോഴത്തെ എല്ലാ എക്സാമിനും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ലെവൽ അല്ലെങ്കിൽ UGC നെറ്റിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അടുത്ത മൊഡ്യൂൾ 5 പോയി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ബേസിക്കലി 4 ഡേയ്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. രണ്ടിനും 4 ഡേയ്സ് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അത് രണ്ടും തിയറിക്കും പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനും രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 4 ഇട്ടിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറെയൊക്കെ തിയറി പോർഷൻസ് അറിയാമായിരിക്കാം, കുറച്ചൊക്കെ, പക്ഷെ ബാക്കിയും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേജിങ്ങിന്റെ ഒക്കെ കേസിൽ പേജിങ് അൽഗോരിതം ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ FIFO പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം, അങ്ങനെ പല തരത്തിലുള്ള അൽഗോരിതംസ് ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പേജിങ്ങിന്റെ ഒരു ഓർഡർ തരും. ഓർഡർ തന്നിട്ട് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് പേജ് ഫോൾട്ട് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ തിയറി പഠിച്ചിട്ട് കാര്യമില്ല, അവിടെ പ്രോബ്ലം ആ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് തിയറി പ്രോബ്ലം അത് രണ്ടിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഡെഡ് ലോക്കിന്റെ കേസിലൊക്കെ ആയാലും നമ്മളോട് പറയും ഇത്ര റിസോഴ്സസ് ഉണ്ട്, ഇത്ര പ്രോസസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഡെഡ് ലോക്ക് ഒക്കോർ ചെയ്യുമോ, അങ്ങനെയാണെങ്കിൽ എത്ര റിസോഴ്സസ് എക്സ്ട്രാ വേണം, അങ്ങനെ ഒരു രീതിയിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളും ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഏകദേശം നമ്മൾ തിയറിക്കും ഈ പ്രോബ്ലത്തിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ 4 ഡേയ്സിനുള്ളിൽ നമ്മൾ തിയറി പ്ലസ് പ്രോബ്ലം പഠിക്കുകയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. ഓരോന്ന് ഇത്രയും ഡേയ്സുകൾ പറയുമ്പോൾ ആ ഡേയ്സിനുള്ളിൽ നിങ്ങൾ പ്രോബ്ലംസും ചെയ്ത് നോക്കണം കേട്ടോ. അതിനും കൂടെ ഉള്ള ടൈം കൂട്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ISO OSI റെഫറൻസ് മോഡൽ ആണ് ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഓരോ ലെയറിന്റെയും ഓരോ ഫംഗ്ഷനാലിറ്റീസ് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫിസിക്കൽ ലെയറിൻ്റെത്, ഡേറ്റാ ലിങ്ക് ലെയറിൻ്റെത്, നെറ്റ്വർക്ക് ലെയറിൻ്റെത്, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെത്, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, എല്ലാ ലെയേഴ്സിന്റെയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഓരോ ലെയേഴ്സിന്റെ ഫംഗ്ഷനാലിറ്റി പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രോബ്ലംസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നമ്മൾ അവിടെ പഠിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയും നമ്മൾ ഏകദേശം ഒരു 4 ഡേയ്സ് ആണ് നമ്മൾ അവിടെയും നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം പ്രോബ്ലംസ് ഉണ്ട്. കഴിഞ്ഞ 2023 ചോദിച്ച ലെക്ചറിംഗ് പോളിടെക്നിക് കോളേജ് അതിന്റെ എക്സാമിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പോർഷനിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന മിക്ക ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ ഗേറ്റിന്റെ തന്നെ ആയിരുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ മാത്രമല്ല മിക്ക സബ്ജക്റ്റിൽ നിന്നും ഗേറ്റിന്റെ എക്സാമുകളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പ്രോബ്ലം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം നമ്മൾ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ PSCയുടെ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് UGC നെറ്റും ഗേറ്റും എല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് ഏകദേശം ഒരു 4 ഡേയ്സ് ആണ് ഇട്ടിരിക്കുന്നത്, പ്രോബ്ലം കൂടെ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ തിയറി പ്ലസ് പ്രോബ്ലം നമ്മൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ ഇവിടെ ഏകദേശം നമുക്ക് 8 ഡേയ്സ് ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് എത്ര ഡേയ്സ് ആണ് വേണ്ടത്?
11 ഡേയ്സ്. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂൾ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അവിടെ ബേസിക്കലി നമുക്ക് നോക്കാനായിട്ടുള്ളത് വെബ് ടെക്നോളജി, IT സെക്യൂരിറ്റി, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഓക്കെ, വെബ് ടെക്നോളജിയിൽ HTML ടാഗുകളെ കുറിച്ചും അതുപോലെ തന്നെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകളെ കുറിച്ചും XML കുറിച്ചും ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചും PHP അല്ലെ, PHP നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വെബ് ടെക്നോളജിയിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ വെബ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിന്റെ തിയറിറ്റിക്കൽ കൺസെപ്റ്റിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് W3 സ്കൂളിന്റെ വെബ്സൈറ്റ് ആണ്. അവിടെ തിയറിയും അവൈലബിൾ ആണ്. ആ തിയറി തന്നെ അപ്പൊ തന്നെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ടുള്ള വിൻഡോയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് തിയറി പഠിക്കുന്നു, അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാകുന്നു. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ തന്നെ അതിന്റെ മുന്നോട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. അപ്പൊ ഇതിന് ഏകദേശം നമുക്കൊരു 3 ഡേയ്സ് മതി. ഈ 3 ഡേയ്സ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയുള്ള ഒരു 3 ഡേയ്സ് ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് IT സെക്യൂരിറ്റി ആണ്. IT സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ബേസിക്കലി വരുന്നത് ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു കൺസെപ്റ്റുകളാണ്. അപ്പം ഏകദേശം ഒരു 10 ക്ലാസ് ഏകദേശം നമുക്കിത് മതി. ഈ 10 ക്ലാസ് വേണ്ട, എനിവേ ഒരു 10 ക്ലാസ്സോട് കൂടി നമുക്ക് ഇതിന്റെ ഈ ഒരു മൊഡ്യൂള് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മൊഡ്യൂൾ 2 നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു 10 ക്ലാസ് കൊണ്ട് ആ ഒരു 10 ക്ലാസിന്റെ നോട്ട് അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണുകയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്തു. അത് കാണാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 3 ദിവസം മതി. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് തിയറിറ്റിക്കൽ പോർഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നത്. പിന്നെയും പ്രോബ്ലം വരാൻ സാധ്യത ഈ RSAയിൽ നിന്നാണ്. RSA അൽഗോരിതത്തിൽ നിന്നാണ് നമുക്ക് പിന്നീട് പ്രോബ്ലംസ് കൂടുതലായിട്ടും വരാനായിട്ടുള്ള സാധ്യത. ബാക്കിയെല്ലാം തിയറിറ്റിക്കലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അതിന് എന്തായാലും 3 ദിവസം ധാരാളം. ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ്, അതിന്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഡിഫറെന്റ് ക്ലൗഡ് സർവീസസും, പ്രൈവറ്റ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, അങ്ങനെ പലതരത്തിലുള്ള ക്ലൗഡിന്റെ സർവീസുകളും ഇതെല്ലാം തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതും നമുക്ക് എന്താണ് തിയറിറ്റിക്കലി പഠിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 ദിവസം എന്ന് പറയുന്നത് ധാരാളം. ആ തിയറിറ്റിക്കലി കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി 3 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ധാരാളമാണ്. ഓക്കെ, അപ്പം അതോടുകൂടി നമ്മുടെ മൊഡ്യൂളുകൾ എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ നമ്മൾ 8, ഇവിടെ നമുക്ക് എന്തായി 9, ടോട്ടൽ ഒരു 52 ഡേയ്സോട് കൂടി നമ്മളുടെ എൻറ്റയർ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റി. നമ്മളുടെ കയ്യിൽ 85 ദിവസമാണ് ഇനിയുള്ളത്. ഈ 85 ദിവസത്തിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വാശിയോടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ് എങ്കിൽ ഒരു 52 അല്ലെങ്കിൽ കോട്ടെ നമ്മൾ മാക്സിമം 60 ഇട്ടോളൂ, 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഉറപ്പാണ്. നിങ്ങൾ ഇവിടെ കവർ ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തിയറി മാത്രമല്ല, നിങ്ങൾ കൺസെപ്റ്റുകൾ മാത്രമല്ല മനസ്സിലാക്കിയത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ, ഇനിയും നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട് അല്ലെ, ഒരു 85 ഡേയ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്. അങ്ങനെ ആണെങ്കിൽ ഇനിയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ തിയറി പഠിക്കാൻ വേണ്ടി സമയം കളയണ്ട. ഇനി നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിലുള്ള, നമ്മൾ ഒരു 55 ദിവസം ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 60 ദിവസം നമ്മൾ ഇടുവാണ്, പോട്ടെ 60 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി നമ്മുടെ കയ്യിൽ 25 ദിവസമാണുള്ളത്. ആ 25 ദിവസം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് റാങ്ക് ബൂസ്റ്റിംഗ് ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. ഓക്കെ, HSST കമ്പ്യൂട്ടർ സയൻസിന് ഒരു നിങ്ങളുടെ എക്സാമിന് വേണ്ടി നിങ്ങളെ കുറച്ചുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യിക്കാൻ വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തിയറി എത്രത്തോളം മനസ്സിലായി എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി, ഓക്കെ, തിയറിയേക്കാളും കുറച്ചുകൂടെ ഉപരി നമുക്ക് കൺസെപ്റ്റുകൾ മനസ്സിലായി, ഓക്കെ, അത് ഓക്കെ ആണ്. പക്ഷേ അത് എങ്ങനെയാണ് പ്രോബ്ലം ആയിട്ട് വരുന്നത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്, അതിനു വേണ്ടി നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ PSCയുടേതാവാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടെക്നിക്കൽ എക്സാമുകളുടേതാവാം, ഗേറ്റ് എക്സാമിൻ്റെതാവാം, UGC നെറ്റ് എക്സാമിൻ്റെതാവാം, മാത്രമല്ല പലതരത്തിലുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള
എക്സാമുകൾ, സപ്പോസ് ISROയുടെ സയന്റിസ്റ്റ്, NIC സയന്റിസ്റ്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഈ പോസ്റ്റുകളുടെ എല്ലാം എക്സാമുകൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, അല്ലെങ്കിൽ പല പല ഡൊമൈനുകളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടിയ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നിങ്ങളുടെ കയ്യിലുള്ള 25 ദിവസം എന്ന് പറയുന്നതിൽ നിങ്ങൾ 20 ദിവസം എടുത്തോളൂ. ആ 20 ദിവസം കൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങൾ പഠിത്തത്തിലോട്ട് പോവണ്ട, കാരണം നിങ്ങൾ 60 ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ തിയറി പോർഷൻസ് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ തിയറിയിലോട്ട് പോവണ്ട. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ തിയറി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയും കുറച്ചും കൂടെ അതിനെ ഒന്ന് പോളിഷ് ചെയ്യുവാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താം എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടോട്ടൽ എക്സ്പെക്ടഡ് ഡേയ്സ് 85 ആണ്. നമ്മുടെ സിലബസ് പ്രകാരമുള്ള സ്റ്റഡി അല്ലെ, നമ്മളുടെ സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോ ഓൾറെഡി കണ്ടു. ഒരു 60 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യാം. അതിനുശേഷം 20 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 20 ദിവസത്തിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അതായത് റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിലുള്ള 5 ഡേയ്സ് ഉണ്ട്. അതിൽ മോഡൽ എക്സാമുകളാണ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മോഡൽ എക്സാംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാകും. ഓക്കെ, ആ വീക്ക് ഏരിയ മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും റിവിഷൻ ടെസ്റ്റുകൾ വീണ്ടും അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂട്ടുക. ദെൻ അതിനുശേഷം വീണ്ടും ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓരോ ടെസ്റ്റ് കഴിയും തോറും നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആ വീക്ക് പോയിന്റുകളെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ വേണ്ടി വീണ്ടും കുറച്ച് സമയമെടുത്ത് വീണ്ടും ആ ഏരിയ ഏതാണോ വീക്ക്, ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വരുന്ന ആ 5 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് പറ്റും. തിയറിറ്റിക്കൽ കൺസെപ്റ്റുകൾ പഠിക്കുവാൻ വേണ്ടി നമുക്കറിയാം ഗീക്ക് ഫോർ ഗീക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്, ജാവ ട്യൂട്ടോറിയൽ പോയിന്റ്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ 2 വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഗേറ്റ് സ്മാഷേഴ്സും ഡിജിമെന്റോയും. ഇത് ഗേറ്റ് എക്സാമിൻ്റെതും ഇത് UGC ഗേറ്റ് എക്സാം ആൻഡ് UGC നെറ്റ് കൂടെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതർ സോഴ്സസിൽ നിന്നും വേണമെങ്കിൽ ഈ പറയപ്പെടുന്ന വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക. അതിനുള്ളിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും എങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും കണ്ടു നോക്കുക. അതായത് നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് അതർ റിസോഴ്സസും കൂടെ നോക്കണം എന്നുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആയിട്ട് തന്നേ ഉള്ളൂ. ദെൻ നമ്മൾ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട്, പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് ജാവ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഊപ്സ് കൺസെപ്റ്റുകൾ നോക്കുന്നുണ്ട്. ദെൻ നമ്മൾ C നോക്കുന്നുണ്ട്, HTML നോക്കുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് നോക്കുന്നുണ്ട് അല്ലെ. ഇതെല്ലാം നോക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി W3 സ്കൂളിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അവിടെ തിയറി പ്ലസ് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇനി നമുക്ക് നമ്മളുടെ അൽഗോരിതം ടു വിൻ, നമ്മൾ ഒരു വിന്നിങ് സ്ട്രാറ്റജിയാണ്. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളുടെ കയ്യിൽ 85 ദിവസമാണ്, 85 ഡേയ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നമ്മുടെ സ്റ്റഡി പ്ലാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ സിലബസിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തു അല്ലെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് തന്നു. ഓരോ കണ്ടന്റിന്റെയും വെയിറ്റേജും ഓരോ കണ്ടന്റിന്റെയും ഇമ്പോർട്ടൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ അതർ റിസോഴ്സസ് ആയ ഗേറ്റ് സ്മാഷേഴ്സ്, ഡിജിമെന്റോ, ഗീക്ക് ഫോർ ഗീക്സ്, ജാവ ട്യൂട്ടോറിയൽ പോയിന്റ്, ഇവിടെ നിന്നെല്ലാം നിങ്ങൾ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ, പലതരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നോക്കുക. ഫൈനലി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അത് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ
എക്സാമിനേഷൻ ഡേറ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ നല്ലൊരിടം നേടാനായിട്ട് സാധിക്കട്ടെ. മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഏതെങ്കിലും ഏരിയയിൽ വേണം എന്നുള്ളവർക്ക് ചോദിക്കാം. ഹലോ മാം, ഇതിന് നമുക്ക് എന്തെങ്കിലും റാങ്ക് ഫയലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ റാങ്ക് ഫയൽ എന്തെങ്കിലും അവൈലബിൾ ആണോ നമുക്ക്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് അതാണ് ഞാൻ ഓൾറെഡി ഇവിടെ കാണിച്ചത്. ക്വസ്റ്റ്യൻസിന്റെ ഒരു ബണ്ടിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഷെയർ ചെയ്തത്. HSSC കമ്പ്യൂട്ടർ സയൻസിന്റെ റാങ്ക് ബൂസ്റ്റിംഗ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അഖിൽ, ഇങ്ങനെ ഒരു റാങ്ക് ഫയൽ ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ മാം, അത് നമുക്ക് പോസ്റ്റൽ ത്രൂ കിട്ടുന്നതാണോ? എങ്ങനെയാണത്? അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ആയിട്ടാണോ പർച്ചേസ് ചെയ്യേണ്ടത്? പോസ്റ്റൽ ത്രൂ അവൈലബിൾ ആവും. എന്തായാലും ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ആ ഒരു പോസ്റ്ററിൽ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു മാം. മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? നമ്പർ നോട്ട് ചെയ്തിരുന്നോ? സ്ക്രീൻഷോട്ട് എടുത്തിരുന്നോ? സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട്സുകൾ കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ റാങ്ക് ഫയലിന്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയാനുണ്ട് എങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വെബിനാർ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Thank you, ma'am.